ഓഫ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അല്ലെ, നമുക്കറിയാം മിക്കവാറും ഉള്ള കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ അളവ് ഇൻക്രീസ് ചെയ്താൽ ആ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് പ്രൊസീഡ് ചെയ്യും. അല്ലെ, അത് നമുക്കറിയാം. മിക്കവാറും ഉള്ള കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻസ് നല്ല രീതിയിൽ നടക്കും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിച്ച ഒരു ഫാക്ട് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ റേറ്റിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ with a rise in temperature by 10 degrees Celsius, the rate constant is nearly double. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടെത്തിയാൽ അത് ഡബിൾ ആകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 ആണെന്നിരിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോ ആ സമയത്ത് T ആണ് അതിന്റെ ടെമ്പറേച്ചർ എന്നിരിക്കട്ടെ. T അല്ലെങ്കിൽ T1 T ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ആ റിയാക്ഷന്റെ ടെമ്പറേച്ചറിനെ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് T+10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചാൽ we get the rate constant at 2K1 എന്ന് കിട്ടും. അപ്പൊ K1ന്റെ ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ഒരു ഫാക്ട് ആണ്. എന്ത്, നമ്മളൊരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചറിനെ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റൈസ് ചെയ്താൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എത്രയാകും? ഡബിൾ ആയിട്ട് മാറും എന്ന് പ്രൂവ്ഡ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതൊരു ഫാക്ട് ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഇനി നമ്മള് ഇപ്പൊ ടെമ്പറേച്ചർ ഇപ്പൊ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കാനായിട്ട് അറീനിയസ് എന്ന സയന്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ വേണം. The temperature dependence of the rate of a reaction can be accurately explained by Arrhenius equation. ഇപ്പൊ നമുക്ക് എന്ത് വേണം? യെസ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അറീനിയസ് എന്ന സയന്റിസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അറീനിയസ് ഇക്വേഷൻ. ആൻഡ് ദാറ്റ് അറീനിയസ് ഇക്വേഷൻ K is equal to A e raised to minus EA by RT. എന്താണ് ഇക്വേഷൻ? K is equal to A e raised to minus EA by RT. ഇനി ഇവിടുത്തെ ഓരോ ടേമും എന്താണെന്ന് അറിയണ്ടേ? യെസ്, ഇവിടെ K എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, റേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം അല്ലെ. K is equal to റേറ്റ് കോൺസ്റ്റന്റ്. ഇനി ഇവിടുത്തെ A എന്ന ടേം എന്താണ്? A is equal to A നമ്മൾ വിളിക്കുന്ന പേരാണ് അറീനിയസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. എന്താണ്? അറീനിയസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അതല്ല എങ്കിൽ മറ്റൊരു പേരുണ്ട്, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കാം. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കാം. അതുമല്ല എങ്കിൽ മറ്റൊരു പേരുണ്ട്, which is known as ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കാം. ഫ്രീക്വൻസി ഫാക്ടർ എന്നും വിളിക്കാം. അപ്പൊ മൂന്ന് രീതിയിൽ എയുടെ വാല്യൂ അറിയപ്പെടും. അറീനിയസ് കോൺസ്റ്റന്റ് ഓർ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് എനെ വിളിക്കാം. ഇനി ഇവിടെ EA എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, EA എന്ന് പറഞ്ഞാൽ ആരാണ്? EA is known as ആക്ടിവേഷൻ എനർജി. എന്താ നമ്മൾ വിളിക്കുന്നത്? ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് ആക്ടിവേഷൻ എന്നും പറയാം. അപ്പോ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ആക്യുറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അറീനിയസ് ഫോർമുലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് K is equal to AE raised to EA minus RT. This is known as Arrhenius equation and K is the rate constant. A is known as Arrhenius constant or pre-exponential factor or frequency factor and EA is known as the activation energy or energy of activation. മനസ്സിലായല്ലോ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. RT നമുക്കറിയാം
നമുക്കറിയാം R is the universal gas constant and T is the temperature. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ എത്രത്തോളം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അറീനിയസ് ഇക്വേഷന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. നമ്മൾ സാധാരണ എഴുതുന്നത് H2 plus I2 gives 2H. അതായത് 1 മോൾ ഹൈഡ്രജനും 1 മോൾ അയഡിനും കൂടെ ചേർന്ന് 2 മോൾ ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ. അറീനിയസ് പറയുന്നത് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവിടുത്തെ റിയാക്ടന്റ് ആരാണ്? 2 ഹൈഡ്രജനും 2 അയഡിനുമാണ്. അപ്പൊ ദാ നോക്ക്, 2 ഹൈഡ്രജൻ നിൽക്കുന്നത് ഇങ്ങനെ. ഓക്കെ, പ്ലസ് 2 അയഡിൻ. ഇങ്ങനെയാണല്ലോ അവരുടെ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അറീനിയസ് പറയുന്നത് ഇതുപോലെ 1 മോൾ ഹൈഡ്രജനും 1 മോൾ അയഡിനും കൂടി പരസ്പരം കൊളൈഡ് ചെയ്യും. അറീനിയസിന്റെ തിയറി അനുസരിച്ച് പറയുന്നത് ഇവര് പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുമെന്നാ പറയുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും എന്നാണ് ആര് പറയുന്നത്? അറീനിയസ് പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് വളരെ ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ടൈം ഓഫ് പീരീഡിൽ മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവർക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമെന്നാണ് അറീനിയസിന്റെ തിയറി പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 1 മോൾ ഹൈഡ്രജനും 1 മോൾ അയഡിനും കൂടി ഫസ്റ്റ് ഒന്ന് കൊളൈഡ് ചെയ്തിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആദ്യം ഫോം ചെയ്യും. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ടൈമിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവർക്ക് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ഇവരെന്തായിട്ട് മാറും? ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് 2 ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഒരു ഹൈഡ്രജൻ അയഡൈഡ് അതേപോലെ തന്നെ മറ്റൊരു ഹൈഡ്രജൻ അയഡൈഡ് മോളിക്യൂളായിട്ട് മാറും. അപ്പൊ ഇതാണ് അറീനിയസിന്റെ തിയറി പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അറീനിയസിന്റെ തിയറി അനുസരിച്ച് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. അതേ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അറീനിയസിന്റെ തിയറി വെച്ച് നമ്മൾ റിയാക്ഷൻ കോർഡിനേറ്റും അതുപോലെ മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടി പ്ലോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 1 മോളിക്യൂൾ ഹൈഡ്രജനും 1 മോൾ അയഡിനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? റിയാക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ റിയാക്ടിന്റെ മോളിക്യൂളിനെ നമ്മൾ എ ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എ എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ 1 മോളിക്യൂൾ ഹൈഡ്രജനും 1 മോളിക്യൂൾ അയഡിനും കൂടെ റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്ത് അതെന്താണ്, ഏറ്റവും ഒരു പീക്ക് പോയിന്റ് എത്തി. ആ പീക്ക് പോയിന്റ് ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റിനെ തന്നെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ 2 റിയാക്ടന്റ് മോളിക്യൂൾസും കൂടി പരസ്പരം കൊളൈഡ് ചെയ്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിനെയാണ് ഇവിടെ സി എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങോട്ടേക്ക് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി വളരെ പെട്ടെന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നേരെ പ്രോഡക്റ്റ് ആയി ബിയിലേക്ക് അത് എത്തിയത്. മനസ്സിലായോ പറഞ്ഞത്? യെസ്. അപ്പോ ഇവിടെ നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡിന്റെ 2 മോളിക്യൂൾസ് ഫോം ചെയ്തു. പിന്നെ ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് കൊടുത്തേക്കുന്ന എന്താ, ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾ ഫോം ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്തെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 2 കേസിലും എനർജി ഉണ്ടായിട്ടുണ്ട്. ആ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എച്ച് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അറീനിയസിന്റെ തിയറി വെച്ചുള്ള കേസ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ റിയാക്ഷനകത്തിലും നമ്മൾ അവിടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി സെയിം ആകണമെന്നില്ല. അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ റിയാക്ട് ചെയ്യുന്ന ഓരോ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെയും ബിഹേവിയർ നമുക്ക് ഒരിക്കലും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ഡിഫിക്കൽട്ടാണ്. ഓരോ റിയാക്ടന്റ് മോളിക്യൂളും ഓരോ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ ബിഹേവിയർ ഓഫ് ഈച്ച് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻ എ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ 2 സയന്റിസ്റ്റുകൾ, ദാറ്റ് ഈസ് ബോൾസ്മാൻ എന്ന സയന്റിസ്റ്റും അതേപോലെ തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ്, ഇവര് 2 പേരും കൂടെ ചേർന്ന് ഒരു സെറ്റ് ഓഫ് മോളിക്യൂൾസ്, ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും അവര് പൊസസ് ചെയ്യുന്ന
കൈനറ്റിക് എനർജിയും കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു റിയാക്ടിന്റെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ആ റിയാക്ഷനകത്തില് ആ റിയാക്ഷനകത്തിലെ ഓരോ റിയാക്ടിന്റെ മോളിക്യൂളിന്റെയും ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, അല്ലെ? അതായത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, ഓരോരുത്തരുടെ ബിഹേവിയർ നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് മാക്സ്വെല്ലും ബോൾസ്മാനും കൂടെ ചേർന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ കേസിൽ അവരുടെ ബിഹേവിയർ എടുത്തിട്ട് അവർ പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുമായി പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ചതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നി, എന്തുവാ ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ NE/NT ആണ് ഒരു ഫ്രാക്ഷൻ. എന്തോ ഈ NT എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഹാവിംഗ് എനർജി E എന്ന എനർജി പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ N എടുത്തത്. ഇനി NT എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഒരു പർട്ടിക്കുലർ റിയാക്ഷനകത്തിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ റിയാക്ടന്റ് മോളിക്യൂളിനെ അവിടുത്തെ എനർജി പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസുമായിട്ട് ഓരോ മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് NE/NT. ഇതാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും അവർ പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും കൂടെ പ്ലോട്ട് ചെയ്ത് ഈ സയന്റിസ്റ്റുകൾ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കർവാണ് ആ ഗ്രാഫിനകത്തിൽ കിട്ടിയത്. ഈ കർവിനകത്തിൽ അവർ കണ്ടെത്തിയത്, ഇവിടെ ഞാൻ ഈ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു പീക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ പീക്ക് പോയിന്റ് ഈ കർവിലെ പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ഈ പീക്ക് പോയിന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി. ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ് ഈ പീക്കിൽ കാണിച്ചിരിക്കുന്നത്. And that kinetic energy is known as most probable kinetic energy. മനസ്സിലായോ? The kinetic energy possessed by maximum number of molecules is known as most probable kinetic energy. അപ്പോൾ ഓരോ റിയാക്ടന്റ് മോളിക്യൂളിന്റെയും ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിക്ക് പകരമാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ എടുത്തിട്ട് അവരുടെ കൈനറ്റിക് എനർജി പ്ലോട്ട് ചെയ്തിട്ട് അവർ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയിലേക്ക് എത്തിയത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനിയും ഇവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ആയിട്ടാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയെ പറഞ്ഞത്, ആണല്ലോ? ഇനി ചില മോളിക്യൂൾസ് ഇനിയും കാണും ഈ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയെക്കാളും കൂടുതൽ എനർജി പ്രോസസ് ചെയ്യുന്ന ഒരു സെറ്റ് മോളിക്യൂൾ വേറെ കാണും. ഈ എനർജിയെക്കാളും കുറവ് എനർജി പ്രോസസ് ചെയ്യുന്ന വേറൊരു സെറ്റ് കാണും. ഏറ്റവും കൂടുതൽ മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മോസ്റ്റ് പ്രോബബിൾ എന്ന് വിളിച്ചത്. ഇതിനേക്കാളും കൂടുതൽ എനർജി പ്രോസസ് ചെയ്യുന്ന ഒരു സെറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, ഇതിനേക്കാൾ കുറഞ്ഞ എനർജി കാണിക്കുന്ന മറ്റൊരു സെറ്റ് ഓഫ് മോളിക്യൂൾസും ഉണ്ടാവും. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി നോക്കി. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണിച്ചു. അത് റെപ്രസെന്റ് ചെയ്യാൻ മറ്റൊരു ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. നോക്കിക്കേ. അപ്പൊ നമ്മൾ ഇപ്പോൾ കാണിച്ച ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T ആണ്. അപ്പൊ T ടെമ്പറേച്ചറിൽ ആ റിയാക്ടന്റിനെ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇനി ആ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അവർ റേസ് ചെയ്തു. ഓക്കെ, അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അവർ റേസ് ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും അവരുടെ കൈനറ്റിക് എനർജിയും പ്ലോട്ട് ചെയ്തപ്പോൾ അവർക്ക് നേരത്തെ കിട്ടിയ ഗ്രാഫില്ലേ, മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്, അതാണ് ഈ ബ്ലൂ ലൈനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവരെന്താ ചെയ്തത്? ടെമ്പറേച്ചർ കൂട്ടി. ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? നമ്മൾ പറഞ്ഞു മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയെക്കാളും കൂടുതൽ എനർജിയുള്ള മോളിക്യൂൾസും ഉണ്ട്, കുറവ് എനർജിയുള്ള മോളിക്യൂൾസും ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷന്റെ ടെമ്പറേച്ചർ അവർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗ്രാഫ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയെക്കാളും കൂടുതൽ കൂടുതൽ കൈനറ്റിക് എനർജി പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസിൽ അങ്ങോട്ടേക്ക് ഈ ഗ്രാഫ് പോയി. അതായത് ഏകദേശം റൈറ്റിലേക്ക് ഈ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഗ്രാഫിന്റെ കർവ് ബ്രോഡൻ ചെയ്തതായിട്ട് മനസ്സിലായി. അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു വെർട്ടിക്കലിൽ നിന്നൊരു ഗ്രാഫ് പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഈ കൈനറ്റിക് എനർജിയെക്കാളും കൂടുതൽ പ്രോസസ് ചെയ്യുന്ന മോളിക്യൂൾസിലേക്ക് ആ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ കർവ് ഒന്ന് ബ്രോഡൻ ആണ്. ഉണ്ടോ? ആ ഒരു ഷാർപ്പ് മാറി ഒന്ന് ബ്രോഡനായി. അതാണ് യെല്ലോ ലൈൻ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്.
ബ്രോഡനായി. അതാണ് അവിടെ T+10 ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയെക്കാളും കൂടുതൽ പൊസസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ സൈഡിലേക്ക് ഈ കർവ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ കർവ് ബ്രോഡൻ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ ഇനി മറ്റു തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ഇവിടെ ഈ ഒരു ഗ്രീൻ കളറിലെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ അവിടെ റിയാക്ട് ചെയ്ത മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ആണ് ആ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയം നേരത്തെ തുടക്കത്തിൽ T ടെമ്പറേച്ചറിൽ എത്രത്തോളം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ബ്ലൂ കളറിലുള്ള ലൈനിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ആണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലൂ കളറിലുള്ള ഗ്രാഫ് ഏരിയ കൂടുതലായിരിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്നത്. മറ്റേത് കുറച്ചേ ഉള്ളൂ. അതാണ് കമ്പാരിറ്റീവ്ലി ആ ഗ്രീൻ ഗ്രാഫ് എന്ന് പറയുന്നത്, ഷെയ്ഡ് എന്ന് പറയുന്നത് ഏരിയ കുറഞ്ഞിരിക്കുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടന്റിന്റെ ഓരോരുത്തരുടെയും ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കാരണം ഇത്തരത്തിൽ ഗ്രാഫിക്കലി എത്രത്തോളം ഇവര് റിയാക്ട് ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം എനർജി പൊസസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് മാക്സ്വെല്ലും ബോൾസ്മാനും കൂടെ ചേർന്ന് ഇങ്ങനെയൊരു രീതിയിൽ കൊണ്ടുവന്നത്. ഇതിനെ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റീസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് വളരെ വലിയൊരു തിയറിയും വലിയൊരു ഡെറിവേഷനും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ സെഷൻ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിന്റെ വലിയ തിയറി ഒക്കെ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഗ്രാഫിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ ആക്ടിവേഷൻ എനർജിയോട് ഈക്വൽ എനർജിയുള്ള മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. അതിന്റെ ഫ്രാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജിയെക്കാളും കൂടുതൽ കൈനറ്റിക് എനർജി പൊസസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ ഫ്രാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ T+10 ടെമ്പറേച്ചർ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്ത സമയത്ത് ഈ രണ്ട് സെറ്റ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും എന്തായി? ഡബിൾ ആയി. മനസ്സിലായി പറഞ്ഞത്? അത് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റും അതിനനുസരിച്ച് ഡബിൾ ആയി എന്നാണ് നമ്മൾ ഈ ഗ്രാഫിനകത്തുനിന്ന് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അറീനിയസിന്റെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അറീനിയസിന്റെ ഇക്വേഷൻ എന്താണ്? K is equal to A e raised to minus EA by RT എന്നായിരുന്നു അറീനിയസ് ഇക്വേഷൻ അല്ലെ? യെസ്. അപ്പൊ ഇതിനകത്തില് ഈ മൈനസ് EA by RT എന്ന് പറയുന്നതാണ് അറീനിയസ് ഇക്വേഷൻ അനുസരിച്ച് ആക്ടിവേഷൻ എനർജിയെക്കാളും കൂടുതൽ വെലോസിറ്റി അല്ലെങ്കിൽ എനർജി പൊസസ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് ഏത്? മൈനസ് EA by RT എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരിക്കലും ഒരു മോളിക്യൂൾസിന്റെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അറീനിയസിന്റെ ഇക്വേഷനിൽ നിന്നും പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. അപ്പൊ ഡെറിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അറീനിയസിന്റെ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുകയാണ്. ഓക്കെ, അതിനെ നമുക്ക് നാച്ചുറൽ ലോഗരിതം വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ലോഗിലേക്ക് ആക്കാം. അപ്പൊ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം എടുക്കുകയാണ്. അപ്പൊ എങ്ങനെ വരും? ln k is equal to ഇതിപ്പോ ln a into e raised to minus EA by RT എന്ന് വന്നു ആണല്ലോ. ഇനി ഇത് നോക്കിക്കേ, ഈ സൈഡ് ലോഗ് എ ബി എന്ന ഫോമിലല്ലേ കിടക്കുന്നത്. ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണല്ലോ. യെസ്, ദാറ്റ് ഈസ് ln k is equal to ലോഗ് എ പ്ലസ് ബി എന്ന് പറയുന്ന പാർട്ട് ഇതാണ്. ദാറ്റ് ഈസ് ln e raised to minus EA by RT. ഇങ്ങനെ എഴുതാമല്ലോ. യെസ്. ഇനി എന്താണ്? ln k is equal to ln a പ്ലസ് ഇത് നമ്മൾ ലോഗ് x raised to n ഫോമിലാണ് കിടക്കുന്നത്. x raised to n എന്ന് പറഞ്ഞാൽ n log x ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ്? മൈനസ് താഴേക്ക് വരും. ദാറ്റ് ഈസ് മൈനസ് എന്താണ്? n എന്ന് പറഞ്ഞാൽ ഇവിടെ EA by RT ആണ്. ദാറ്റ് ഈസ് EA by RT എന്താണ്? ln e എന്ന് പറയും. ശരിയല്ലേ? യെസ്. ഇനി ln e എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ ln e 1 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ln k is equal to ln a minus EA by RT എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ലോഗരിതം എടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ
നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ln kയും 1/tയും കൂടിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ln a and 1/t ഇത് രണ്ടും കൂടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫില് എന്താണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/RT ആണ്. -EA/R -EA/R ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർസെപ്റ്റ് ഈസ് ln kയും 1/tയും കൂടിയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത് കേട്ടോ. ln kയും 1/tയും കൂടെ പ്ലോട്ട് ചെയ്തു. നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ് ln a എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇത് നമ്മൾ y = mx + c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത്. ഹാവിങ് സ്ലോപ്പ് -EA/R ആൻഡ് ഇന്റർസെപ്റ്റ് ln a എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഇക്വേഷനെ നമുക്ക് നോക്കാം. ആദ്യം ln k1 = ln a - EA/RT1 ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആക്കി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത ഇക്വേഷൻ ln k2 = ln a - EA/RT2 ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 രണ്ട് സൈഡ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ln k2 മൈനസ് ln k1 which is equal to ln a minus EA/RT2 minus of ln a minus EA/RT1 ആണല്ലോ. യെസ്, ഇങ്ങനെ കിട്ടി. ഇനി എന്താണ് ഇത്? log a minus log b എന്ന ഫോമിലാണ് കിടക്കുന്നത്. we know that log a minus log b is log a/b. അപ്പൊ നമുക്ക് ഇതിനെ ln k2/k1 എന്ന് എഴുതാം ആണല്ലോ. which is equal to ഈ മൈനസ് നമ്മൾ അകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ മൈനസ് നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോ ഇത് മൈനസ് ഇത് പ്ലസ് ആയിട്ട് മാറും. ശരിയല്ലേ പറയുന്നത്? യെസ്. അപ്പൊ ഇവിടുന്ന് എന്താണ് ln a മൈനസ് ln a ഇത് രണ്ടും പരസ്പരം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? യെസ്, മൈനസ് EA/RT2 മൈനസ് പ്ലസ് EA/RT1 എന്ന് വരും. കറക്റ്റ് അല്ലേ? യെസ്. Then ln k2/k1 equal ഇതിനകത്തുനിന്ന് നമുക്ക് EA/R നെ കോമൺ ആയിട്ട് എടുത്താൽ എന്താണ്? -1/t2 1/t1 ഉണ്ട്. ഒന്ന് തിരിച്ചെഴുതുമ്പോ 1/t1 മൈനസ് 1/t2 എന്ന് വരും. കറക്റ്റ് ആണല്ലോ? യെസ്. ഇനി നമുക്ക് എന്താണ് നാച്ചുറൽ ലോഗരിതത്തിനെ ലോഗിലേക്ക് മാറ്റാൻ വേണ്ടി 2.303 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2.303 ഇൻറ്റു ലോഗ് വരും അല്ലെ. ലോഗ് k2/k1 ഈക്വൽ EA/R ഇൻറ്റു 1/t1 മൈനസ് 1/t2. ഓക്കെ, ഇനി ഈ 2.303 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് log k2/k1 equal EA/2.303 R into 1/t1 minus 1/t2 ആണല്ലോ. ഒന്നുകൂടെ നമ്മൾ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ എന്ത് വരും? log k2/k1 equal EA/2.303 R into ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. That is T2 minus T1 divided by T1 T2 ഇങ്ങനെ എഴുതാലോ. ഈ രണ്ട് ഇക്വേഷനും പ്രോബ്ലത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് അറേനിയസിന്റെ. ഓക്കെ, അപ്പൊ അറേനിയസിന്റെ k is equal to a e raised to minus EA/RT യിൽ നിന്നും പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ് log k2/k1 equal EA/2.303 R into
1/T1 മൈനസ് 1/T2 എന്ന് എഴുതാം. അതല്ലെങ്കിൽ T2 മൈനസ് T1 ബൈ T1 T2 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതാണ് എന്ത് അറീനിയസിന്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ഗ്രാഫും ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞു. ഇതാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് പ്രോബ്ലം. Rate constants of a reaction at 500 Kelvin and 700 Kelvin are 0.02 second raised to minus 1 and 0.07 second raised to minus 1 respectively. Calculate the values of EA and A. അപ്പൊ നമുക്ക് എന്താണ് 500 കെൽവിനിലും 700 കെൽവിനിലുമുള്ള ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റ് 500 കെൽവിൻ, ദാറ്റ് ഈസ് T1 is equal to 500 കെൽവിൻ. Then T2 is equal to 700 കെൽവിൻ ആണല്ലോ. അതേപോലെ തന്നെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ദാറ്റ് ഈസ് K1 is equal to 0.02 second raised to minus 1. K2 is equal to 0.07 second raised to minus 1. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ടിവേഷൻ എനർജിയും അറീനിയസ് കോൺസ്റ്റന്റിന്റെ വാല്യൂമാണ് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള അറീനിയസിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? ദാറ്റ് ഈസ് log K2 by K1 is equal to എന്താണ് EA by 2.303 R into ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ആണല്ലോ. യെസ്, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് log K2 എത്രയാണ് 0.07 ഡിവൈഡഡ് ബൈ K1 ഈസ് 0.02 which is equal to ആക്ടിവേഷൻ എനർജി ആണ് നമുക്ക് ആദ്യം കാണുന്നത് ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ആറിന്റെ വാല്യൂ നമുക്കറിയാം 8.314 ആണല്ലോ. യെസ്, ഇൻറ്റു T2 ഈസ് 700, ദാറ്റ് ഈസ് 700 മൈനസ് 500 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 700 ആണല്ലോ. യെസ്, അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ഇയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇയെ അവിടെ നിർത്തിയാൽ നമ്മൾ log 0.07 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2.303 ഇൻറ്റു 8.314. യെസ്, ഓക്കെ. ഇനി എന്താണ് ഈ കിട്ടുന്ന ടേമിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് 700 മൈനസ് 500 എന്ന് പറഞ്ഞാൽ എത്രയാണ് 200 ആണ് അല്ലെ. 200 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 700 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 230 അല്ലെ. രണ്ട് സീറോസ് കട്ട് ചെയ്താൽ 2/3500 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതിന് എന്താണ് ഇവിടെ 2/3500 ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3500 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. ഇൻറ്റു 3500 ഡിവൈഡഡ് ബൈ 2. ശരിയാണല്ലോ. ഇതാണ് EA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇത് 0.07 ബൈ 0.02 ചെയ്ത് അതിന്റെ ലോഗ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് EA ആസ് 18,230.8. ഇത് എനർജി അല്ലെ, ആക്ടിവേഷൻ എനർജി ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അങ്ങനെ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. ആരെയാണ്? അറീനിയസ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറീനിയസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം അല്ലെ. ദാറ്റ് ഈസ് K is equal to A e raised to minus EA by RT ആണല്ലോ. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് നമുക്ക് A യുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? K divided by e raised to minus EA by RT എന്ന് എഴുതാമല്ലോ. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഇതില് K ഏത് വേണമെങ്കിലും എടുക്കാം. K1 എടുക്കാം അല്ലെ K2 എടുക്കാം. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ K1 ആണ് എടുക്കുന്നതെങ്കിൽ T എടുക്കുന്നത് T1 ആയിരിക്കണം. K2 ആണ് എടുക്കുന്നതെങ്കിൽ T2 ആയിരിക്കണം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇതിനകത്തിൽ എന്താണ് K1 ആണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് K1 is equal to 0.02 അല്ലെ.
0.02 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഇയുടെ വാല്യൂ നമുക്കിപ്പോ കിട്ടി 18,230.8 അല്ലെ, ഡിവൈഡഡ് ബൈ ആർ ഈസ് 8.314 ഇൻറ്റു എന്താണ് K2 എന്ന് പറയുന്നത് അല്ലെ K1 T1 അല്ലേ എടുക്കേണ്ടത്, T1 ദാറ്റ് ഈസ് 500 അല്ലെ, 500 എടുത്തു. മനസ്സിലായോ? യെസ്. അപ്പോ ഇത് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് 1.61 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് അറീനിയസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ നമ്മൾ എടുത്തു. അതിനുശേഷം ആക്ടിവേഷൻ എനർജി കണ്ടുപിടിച്ചിട്ട് അറീനിയസ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അവിടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? Here is the another question. The first order rate constant for the decomposition of ethyl iodide at 600 Kelvin is 1.60 into 10 raised to minus 5 second raised to minus 1. Its energy of activation is 209 kilojoule per mole. Calculate rate constant of the reaction at 700 Kelvin. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് ഈഥൈൽ അയോഡൈഡിന്റെ ഡീകമ്പോസിഷൻ നടക്കുകയാണ്. അതിൽ 600 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് K1ന്റെ വാല്യൂ T1ന്റെ വാല്യൂ തന്നിരിക്കുന്നത് 600 കെൽവിൻ ആണ്. അതേപോലെ തന്നെ K1ന്റെ വാല്യൂ 1.60 into 10 raised to minus 5 second raised to minus 1 തന്നിട്ടുണ്ട്. ഇനി എനർജി ഓഫ് ആക്ടിവേഷൻ കണ്ടുപിടിക്കാം. അല്ല, എനർജി ഓഫ് ആക്ടിവേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് E is equal to 209 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ ജൂൾ പെർ മോളിലേക്ക് മാറ്റാൻ വേണ്ടി 209 into 10 raised to 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിനെ ജൂൾ പെർ മോളിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ജൂൾ പെർ മോളിലേക്ക് മാറ്റി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 700 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അതായത് T2ന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 700 കെൽവിന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് K2 ആണല്ലോ. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ്, എന്താണ് നമ്മളുടെ അറീനിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ലോഗ് K2 by K1 ഈക്വൽ EA by എന്താണ് EA by 2.303 into R divided into T2 minus T1 by T1 T2. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. യെസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ് ഇപ്പൊ ഇവിടെ നമുക്ക് K2 കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമുക്ക് ഇക്വേഷനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. കാരണം ഈ രണ്ട് വാല്യൂസ് ഒരെണ്ണം ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് A by B ഫോമിലാണ് ലോഗ് A മൈനസ് ലോഗ് B എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോഗ് K2 മൈനസ് ലോഗ് K1 ആണല്ലോ. യെസ്, which is equal to EA is 209 into 10 raised to 3 divided by 2.303 into R is 8.314 into T2 is 700, that is 700 minus 600 divided by 600 into 700. T1 into T2, 600 into 700. ആണല്ലോ. Yes. That is എന്ത് വരും? ഇവിടുന്ന് നമുക്ക് ലോഗ് K2ന്റെ വാല്യൂ ആണ് വേണ്ടത്. ലോഗ് K2 is equal to 209 into 10 raised to 3 divided by 2.303 into 8.314 into 700 minus 600 is എത്രയാണ്? 100 divided by എന്താണ്? That is 420000. അപ്പൊ എന്താണ്? രണ്ട് സീറോസ് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 1/4200 എന്ന് വരും അല്ലെ. 1/4200. ഇനി ഇവിടെ ലോഗ് K1നെ മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കൊണ്ടുവന്ന് ലോഗ് K1നെ നമ്മൾ പ്ലസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് ലോഗ് K1 എന്ന് വരും ആണല്ലോ. യെസ്. അപ്പൊ ലോഗ് K1ന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? K1ന്റെ വാല്യൂ ഈസ് 1.60 into 10 raised to minus 5 ആണ് അല്ലെ. 1.60 into 10 raised to minus 5. That is log K2 is equal to 209 into 10 raised to 3 divided by 2.303 into 8.314 into 1/4200 plus
ഓക്കെ, ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് log k1 ന്റെ വാല്യൂ നമ്മൾ അതിൽ മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. ദാറ്റ് ഈസ് 1.60 into 10⁵ ആണല്ലോ. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് log k2 ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് log k2 -2.197 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, log k2 -2.197 എന്ന വാല്യൂ കിട്ടും. ഇവിടുന്ന് ആന്റി ലോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് k2 ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ആന്റി ലോഗ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 6.36 into 10⁻³ ആണ് k2 ന്റെ വാല്യൂ കിട്ടുന്നത്. 6.36 into 10⁻³ മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ k2 കണ്ടുപിടിക്കാൻ, അതായത് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് rate of a chemical reaction doubles for an increase in 10 Kelvin in absolute temperature from 298 Kelvin. Calculate EA. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് 10 കെൽവിൻ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന്റെ റേറ്റ് ഡബിൾ ആയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കണം ആണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അറീനീസിന്റെ തിയറി അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ നമ്മൾ 10 കെൽവിൻ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? 10 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഡബിൾ ആകും എന്നുള്ള രീതിയിൽ റേറ്റ് ഡബിൾ ആകും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു ഗ്രാഫിൽ നിന്ന്, അല്ലെ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ഇവിടെ ഫ്രം 298 കെൽവിനിൽ നിന്നാണ് 10 കെൽവിൻ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ T1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ്. ഇനി T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ കൂടെ 10 നമ്മൾ ആഡ് ചെയ്യണം, അല്ലെ? +10 ആണല്ലോ. യെസ്, which is equal to 8, that is 308 കെൽവിൻ ആണ് T2 ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് K1 ഉം K2 ഉം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 ആണ്. പക്ഷെ നമ്മൾ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്തപ്പോൾ 10 കെൽവിൻ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താവും? അത് ഡബിൾ ആയി എന്ന് പറഞ്ഞു. അതായത് K2 എന്ന് പറഞ്ഞാൽ എന്തായി? 2K1 എന്നാണ്. ശരിയല്ലേ? യെസ്. അപ്പൊ ഫസ്റ്റ് 298 കെൽവിനിൽ K1 ആയിരുന്നു നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ്. പക്ഷെ അത് 308 കെൽവിൻ ആയപ്പോൾ അതിന്റെ ഇരട്ടിയായി. അതായത് K2 എന്ന് പറയുന്നത് 2K1 ആയി. ഇനി നമ്മളുടെ അറീനിയസിന്റെ ഇക്വേഷനകത്തിൽ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് log K2/K1 എന്നാണ്, അല്ലേ? അപ്പൊ അതിൽ K2 ന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? 2K1 എന്ന് കൊടുക്കാമല്ലോ. യെസ്, which is equal to എന്താണ്? EA/2.303. R എന്ന് പറഞ്ഞാൽ 8.314. ഞാൻ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇൻറ്റു എന്താണ്? T2 minus T1, that is 308 minus 298 divided by 298 into 308 ആണല്ലോ. യെസ്, that is log 2K1/K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? K1 ഉം K1 ഉം ക്യാൻസൽ ആവും. that is log 2, which is equal to EA/2.303 into 8.314 into എന്താണ്? That is 10 divided by 298 into 308. Okay. Yes. അപ്പൊ log 2 ന്റെ വാല്യൂ 0.3010 ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ E യുടെ വാല്യൂ ആണ് കാണുന്നത്. That is EA is equal to log 2 എന്ന് പറഞ്ഞാൽ 0.3010 into 2.303 into 8.314 ആണല്ലോ. യെസ്, ഇൻറ്റു ഇവിടെ ഡിവൈഡ് ചെയ്തതിന് അപ്പുറത്ത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 298 into 308 divided by 10 വരും, അല്ലെ? യെസ്, ഡിവൈഡഡ് ബൈ 10 ആണല്ലോ. യെസ്. അപ്പൊ എന്താണ്? ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ആസ് 52.897 ജൂൾ എന്ന് നിങ്ങൾക്ക് ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് K2 നെ K1 നെ ഒന്ന് മാറ്റി എഴുതാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഴയതുപോലെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the another question, that is rate of a reaction quadruples
when the temperature changes from 293 Kelvin to 313 Kelvin. Calculate the energy of activation of the reaction assuming that it does not change with the temperature. ഇവിടെ എന്താണ്, നമ്മൾ 293 കെൽവിനിൽ നിന്നും 313 കെൽവിനിലേക്ക് ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തപ്പോൾ അയാളുടെ റിയാക്ഷന്റെ റേറ്റ് ക്വാഡ്രൽ ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ക്വാഡ്രൽ ആയി എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എന്ന് പറയുന്ന പോലെ ക്വാഡ്രൽസ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എനർജി ഓഫ് ആക്ടിവേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 293 കെൽവിൻ ആണ്. അതേപോലെ T2 എന്ന് പറയുന്നത് 313 കെൽവിൻ ആണ്. ഇനി K1 ഉണ്ട് നമ്മുടെ കയ്യില്. ഇനി K2 എന്താണ്? യെസ്, ക്വാഡ്രൽ ആയി, അതായത് ആദ്യത്തെ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ക്വാഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈംസ് ആണ്. അപ്പൊ K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് 4K1 ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഴയതുപോലെ തന്നെ. യെസ്, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുമോ നോക്കാം. ദാറ്റ് ഈസ് log K2 by K1. അപ്പൊ K2 ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? 4K1 കൊടുക്കാം ഡിവൈഡഡ് ബൈ K1 ആണല്ലോ. യെസ്, which is equal to that is EA by 2.303, R is 8.314 into T2 minus T1. T2 is 313 minus T1 is 293 divided by 293 into 313 ആണല്ലോ. യെസ്, ഓക്കെ. Then ഇവിടെ K1 ഉം ക്യാൻസൽ ആവും. That is log 4 into, അപ്പൊ യുടെ വാല്യൂ നമുക്ക് യുടെ ഇക്വേഷൻ ഇവിടുന്ന് EA is equal to log 4 into 2.303 into 8.314 ആണല്ലോ. യെസ്, ഇൻറ്റു എന്താണ് 293 into 330 divided by, ഇത് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3 minus 3 is 0, 11 minus 9 2, then 2 minus 20 ആണല്ലോ. യെസ്, അപ്പൊ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ log 4ന്റെ വാല്യൂ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ആസ് 52,861 പോയിന്റ് സംതിങ് എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിലും അറീനിയസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം കട്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ 2HI gives H2 plus I2 is 209.5 kilojoule per mole at 581 Kelvin. Calculate fraction of molecules of reactants having energy equal to or greater than activation energy. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ആക്ടിവേഷൻ എനർജി 209.5 കിലോജൂൾ പെർ മോൾ ആണ്, ടെമ്പറേച്ചർ 581 കെൽവിൻ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ നമ്മുടെ അറീനിയസിന്റെ ഇക്വേഷനകത്തില് നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ടത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് X എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യേണ്ടത് X is equal to e raised to minus EA by RT എന്നാണ്. X is equal to e raised to minus EA by RT എന്ന ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് that is log X is equal to log e raised to minus EA by RT എന്നാണ്. ഓക്കെ, that is log X is equal to എന്താണ്, ഇത് log X raised to n ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ n log X എന്ന രീതിയിൽ എഴുതുമ്പോൾ മൈനസ് EA by RT log E എന്ന ഫോമാറ്റിലേക്ക് വരും. log E 1 ആവുമ്പോൾ ഇക്വേഷൻ മാറുന്നത് log X is equal to minus EA by RT എന്ന ഫോമിലേക്ക് മാറും. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആയി. മനസ്സിലായോ? അപ്പൊ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ.
അപ്പൊ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു എത്രയാണ് ഇയുടെ വാല്യൂ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 209.5 കിലോ ജൂൾ പെർ മോൾ ആണ്. 209.5 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പൊ കിലോ ജൂൾ പെർ മോളിനെ ജൂൾ പെർ മോളിലേക്ക് മാറ്റാൻ 209.5 ഇൻറ്റു 10⁻³ ചെയ്താൽ അത് ജൂൾ പെർ മോളിലേക്ക് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 209.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചർ 581 കെൽവിനാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 581. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തിന്റെ ആയിരിക്കും? ലോഗ് എക്സിന്റെ വാല്യൂ ആണ്. അത് കഴിഞ്ഞ് എക്സിന്റെ വാല്യൂ കാണാൻ ഇതിന്റെ ആന്റി ലോഗ് എടുത്ത് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ഇത്തരം പ്രോബ്ലംസ് ഇത് നമ്മുടെ അറേനിയസ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ. അത് ചെയ്തു പഠിക്കണം. ഓക്കെ.